ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നും പതിവ് പോലെ ഞാൻ രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. അത് രാവിലെ നമുക്കൊരു സന്തോഷമല്ലേ? അങ്ങനെ പച്ചക്കറിയൊക്കെ എല്ലാം മൊത്തത്തിലൊക്കെ ഒന്ന് നോക്കിയപ്പോൾ നമ്മുടെ കോവലിൻ്റെ വള്ളി ഞാൻ വേനലൊക്കെ ആയപ്പോൾ വെട്ടിവിട്ടിട്ടുണ്ടായിരുന്നു. കുറച്ചങ്ങ് ഒരുപാട് കയറി കഴിഞ്ഞപ്പം വെട്ടിയതാണ്. അത് വേനലിലാണ് വെട്ടിയത്, പക്ഷെ അത് ഒരുപാട് കിളിച്ചു. പിന്നെ ആദ്യമായിട്ട് അതിലുണ്ടായ കോവയ്ക്കയാണ്, കുറച്ചേ ഉള്ളൂ. ഞാൻ വെച്ച് കോവയ്ക്ക പറിച്ചേക്കാം, രാവിലെ അപ്പം മെഴുക്ക് വരട്ടിക്കാവുമല്ലോ. അങ്ങനെ കോവയ്ക്ക അയ്യൊക്കെ ഇങ്ങനെയുള്ള മഴയൊക്കെ വന്നിട്ട് മൊത്തം പോച്ചയൊക്കെ ആയി. പിന്നെ കുറേശ്ശെ ഞാൻ തന്നെ കിളച്ച് എൻ്റെ ചുവട്ടിൽ നിന്നൊക്കെ മാറ്റിയതാണ്. പിന്നെ നമുക്ക് ആദ്യമായിട്ട് ഉണ്ടായ പയറുണ്ട്, അച്ചിങ്ങപ്പയറുണ്ട്. നമ്മൾ തന്നെ ഇങ്ങനെ കൃഷി ചെയ്തിട്ടേ നമ്മൾ തന്നെ അതിൻ്റെ വിളവെടുക്കുമ്പോഴത്തേന് വലിയൊരു സന്തോഷമല്ലേ? പയറങ്ങ് ഒരുപാടില്ല. നമ്മൾ കുറച്ച് തണ്ടുപുഴു അങ്ങനെയൊക്കെയുള്ള കുറേ ശല്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്നെല്ലാം കുറേയൊക്കെ പോയി. പിന്നെ ബാക്കിയുള്ളതിനകത്തു നിന്നുണ്ടായതാണ് ഇത്. നല്ല നീളമുള്ള പയറാണ്. പിന്നീടുള്ളത് വിത്തിനൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെന്താ, പിന്നെ കുക്കുംബറുണ്ട്, പീച്ചങ്ങയുണ്ട്, അതായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ സന്തോഷം നിങ്ങളെയും കൂടെ കാണിക്കാം. എല്ലാവരും കൃഷിയൊക്കെ ചെയ്യുന്നവരല്ലേ, അത് കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ അല്ലേ? പിന്നെ വിളയാത്ത പയറുണ്ട്, അത് ഞാൻ പറിച്ചിട്ടില്ല. പിന്നെ നമുക്ക് കുക്കുംബറുണ്ട്. കുക്കുംബർ ആദ്യമല്ല, കുറേ പ്രാവശ്യം പറിച്ചു. സ്നോ വൈറ്റ് കുക്കുംബറായിരുന്നു. പിന്നെ പിള്ളേർക്ക് വേണ്ടിയിട്ട് അത് ഭയങ്കര ഇഷ്ടമാണ്. ചുമ്മാ അതൊക്കെ കടിച്ച് പെറുക്കി തിന്നോളും. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതിൽ ഒരെണ്ണം ഇന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് പച്ചമുളകും പറിക്കാം. ഇന്നത്തെ വിളവെടുപ്പ് ഇത്രയേ ഉള്ളൂ. പച്ചമുളക് നമുക്ക് ആവശ്യത്തിനൊക്കെ ഉണ്ട്. അത് ഒരു വർഷത്തോളമൊക്കെ ആയ മുളക് ചെടിയാണ്, അതിൽ നിന്ന് കിട്ടിയതാണ്. മുളകെല്ലാം പോയി. ഞാൻ പിന്നെ നല്ലതായിട്ട് വളമൊക്കെ ചേർത്ത് മണ്ണൊക്കെ കൂട്ടിയിട്ട് ചട്ടിക്കകത്ത് പിന്നെ ഇപ്പോൾ ഒരു കുറേ പ്രാവശ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇന്ന് ഞാൻ മുളകും പറിച്ചു, കുക്കുംബർ, പയറും കോവയ്ക്കയും കൂടെ മെഴുക്ക് പുരട്ടി വയ്ക്കും.